അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും പരിപൂർണമായ സംരക്ഷണത്തിലാണ് അവിടുത്തെ വളർത്തിയത്. ശിർക്ക് നിറഞ്ഞു നിൽക്കുന്ന നാട്. അവിടുന്ന് ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന് സുജൂദ് ചെയ്തിട്ടില്ല. അതിനെ ആദരിക്കുന്ന രൂപത്തിൽ അതിനെ തലകൊണ്ടൊന്ന് തൊടുകയോ അതിനെ കൈകൊണ്ടൊന്ന് സ്പർശിക്കുകയോ ചുംബിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പോലും മോശമായ ഒരു കാര്യത്തിൽ പോലും അവിടുന്ന് ഇടപെടുകയോ അതിൽ അവിടുത്തേക്കൊരു പങ്കുണ്ടാവുകയോ ചെയ്തില്ല. ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അവിടുന്ന് ജീവിച്ചത് ജാഹിലിയത്ത് അതിന്റെ ശക്തമായ അവസ്ഥയിലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ജാഹിലിയത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു മനുഷ്യൻ, ആ വ്യക്തിയിൽ ചില തിന്മകളെല്ലാം ഉണ്ടായി എങ്കിൽ അതൊരിക്കലും ഒരാൾ ഒരു ന്യൂനതയായി പറയുമായിരുന്നില്ല. എന്തിനധികം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വലിയ വലിയ നേതാക്കന്മാർ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ എന്ന് നമ്മൾ പറയുന്നവർ, അവരുടെ ഒക്കെ ചരിത്രം നമ്മൾ വായിച്ചാൽ എത്രയെല്ലാം അവർ ഉന്നതരാണ് എങ്കിലും ഏതെങ്കിലും ചില വശങ്ങൾ അവർ പരാജിതരാണ്. ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയത്തിലായിരിക്കും, ചിലപ്പോൾ ശത്രുക്കളോടുള്ള കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാരോടുള്ള പെരുമാറ്റം, ചിലപ്പോൾ സാമ്പത്തിക രംഗമായിരിക്കും, ചിലപ്പോൾ രഹസ്യ ജീവിതമായിരിക്കും. എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതെ ആളുകൾ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥയിലാണ് അവിടുന്ന് ജീവിച്ചത്. എന്നിട്ടും ഒരിക്കൽ പോലും അവിടുത്തെ അരികിൽ നിന്ന് ഒരു തിന്മ പോലും ഉണ്ടായില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ കളവ് വ്യാപകമായിരുന്നു, കളവ് പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും. ദഅവത്ത് അവിടുന്ന് ആരംഭിച്ചപ്പോൾ മലമുകളിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളോട് അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതാ ഈ താഴ്വാരത്തിനപ്പുറം ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അകുൻതും മുസദ്ദിഖി, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? അവർ പറഞ്ഞു, തീർച്ചയായും. മാ ജറബ്നാ അലൈക കദിബൻ, നീ ഒരിക്കൽ പോലും കളവ് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആരാണ് പറയുന്നത്? ഖുറൈശികൾ. ഒരിക്കൽ പോലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല, അവിടുന്ന് വാഗ്ദാനം ലംഘിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ സത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് നിശ്ചയിച്ച അടയാളങ്ങളിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിതം. അവിടുന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞില്ല. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം ഒരു തിന്മയും ചെയ്യുന്നില്ല. ആ നാട്ടിൽ മദ്യം സുലഭമാണ്, ഒരു തുള്ളി പോലും രുചിച്ചിട്ടില്ല. ആ നാട്ടിൽ വ്യഭിചാരം വ്യാപകമാണ്, ഒരിക്കൽ പോലും അതിലേക്ക് പോയിട്ടില്ല. ആ നാട്ടിൽ കൊള്ളയും അതിക്രമങ്ങളും വ്യാപകമാണ്, അതിലൊരിക്കൽ പോലും പങ്കുചേർന്നിട്ടില്ല. അൽ അമീൻ എന്ന പേരിൽ സത്യസന്ധൻ എന്നറിയപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ വിഷയത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ 40 വയസ്സുവരെ അവർക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്കിടയിൽ ഇത്ര വലിയ സ്ഥാനം ലഭിച്ചതിന് ശേഷം ജനങ്ങളുടെ കാര്യത്തിൽ കളവ് പറയാത്ത ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക? നസാറാക്കൾ ജൽപ്പിക്കുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസീഹുദ് ദജ്ജാലാണ് എന്നാണ് അവർ പറയാറുള്ളത്, അന്തിക്രിസ്തുവാണ് എന്നാണ് അവർ പറയാറുള്ളത്. അന്തിക്രിസ്തുവിന്റെ ജീവിതമാണോ ഇങ്ങനെയാകേണ്ടത്? അന്തിക്രിസ്തു ഇങ്ങനെയാണോ ജീവിക്കുക? ഒരു കളവ് പോലും പറയാതെ, ഒരാളെ പോലും വഞ്ചിക്കാതെ, ഒരാളെ പോലും ചതിക്കാതെ അൽ അമീൻ എന്ന പേര് ലഭിക്കപ്പെട്ട രൂപത്തിലാണോ അന്തിക്രിസ്തു ജീവിക്കുക? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞത്, ഖുൽ ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ലായിരുന്നു. ഇത് അല്ലാഹു എനിക്ക് നൽകിയതാണ്, എന്റെ നാവിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതല്ല. ചിന്തിക്കണം, ഇതുവരെ ഒരു കവിത പോലും പറയാത്ത ഒരാൾ, അയാൾ സ്വയം ഒരു കാര്യം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എങ്കിൽ, അറബികളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്ക് അയാൾ പറയുകയാണ് എങ്കിൽ, എന്നിട്ട് അയാൾ പറയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അല്ലാഹു പറഞ്ഞതാണെന്ന് പറയൂ. ഏറ്റവും ചുരുങ്ങിയതിൽ കളവ് പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞാന്നല്ലേ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞതാണ് ഇത് എന്ന് പറഞ്ഞിട്ടില്ല. ഖുൽ ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എനിക്കിതിൽ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ സാധിക്കില്ലായിരുന്നു. വലാ അദ്റാകും ബിഹി, നിങ്ങൾക്കിത് പഠിപ്പിച്ചു നൽകാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ, ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു ആയുസ് മുഴുവൻ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാം, എന്റെ രഹസ്യവും പരസ്യവും നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഫഖദ് ലബിസ്തു ഫീകും ഉംറ, ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വലിയ കാലഘട്ടം ജീവിച്ചു തീർത്തിട്ടുണ്ട്. നിങ്ങൾക്കെന്നെ അറിയാം. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ഞാൻ എങ്ങനെയാണ് കളവ് പറയുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുൻപുള്ള ഈ ജീവിതം അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അവിടുന്ന് തിന്മകളിലേക്ക് ഒന്നിലേക്കും പോയില്ല എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുനിയാവിൽ ചരിത്രത്തിൽ ഒരിക്കലും, പഴയ കാലഘട്ടങ്ങളിലാകട്ടെ ആധുനിക കാലഘട്ടത്തിലാകട്ടെ, ഇതിനു സമാനമായ ഒരു ചരിത്രം നാം കണ്ടിട്ടില്ല. ആ പ്രകാശം ഉദിച്ചുയർന്നത് ഇരുട്ടുകൾക്ക് നടുവിൽ നിന്ന്, ആ നന്മ ജനങ്ങളിലേക്ക് എത്തിയത്
തിന്മകളുടെ കൂടാരത്തിന് നടുവിൽ നിന്നാണ് ആ പരിശുദ്ധി അത് ജനങ്ങൾ സ്വീകരിച്ചത്. അവർ കേട്ടത് എല്ലാ നജസുകളും വൃത്തികേടുകളും നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിൽ നിന്നാണ്. ആ വിജ്ഞാനം ഖുർആനും സുന്നത്തും ജനങ്ങൾ ഈ കാലഘട്ടത്തിലും രുചിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിതാബ്, ഈ സുന്നത്ത്, ഈ വിജ്ഞാനം അത് പുറപ്പെട്ടത് അറിവില്ലായ്മയുടെ പേരിൽ ജാഹിലിയ്യ എന്ന് വിളിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന്. യാ സുബ്ഹാനല്ലാഹ്, ഇത് അത്ഭുതമല്ല എങ്കിൽ മറ്റെന്താണ് അത്ഭുതമായിട്ടുള്ളത്?